Hi students, everyone differentiation like ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഫറൻസിയേഷനിനകത്ത് പഠിക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ്റെ ഏറ്റവും അവസാനത്തെ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സെക്ഷനാണ്. അത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം നമുക്ക് ഇത്രയും ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നമ്മൾ പഠിച്ച ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയിൻ റൂൾ പഠിച്ചു, പിന്നെ നമ്മൾ അതിൻ്റെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ പഠിച്ചു, അതിനുശേഷം നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ പഠിച്ചു. നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗരിതം ഉപയോഗിച്ച് ഡിഫറൻസിയേഷൻ ചെയ്യുന്നതാണ് പഠിച്ചത്. ദെൻ ഫിഫ്ത്ത് വൺ ദാറ്റ് ഈസ് പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ പഠിച്ചു. സിക്സ്ത് വൺ നമ്മൾ ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇത്തരത്തിൽ ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത്. ഇനി നമ്മളതിൻ്റെ അടുത്തൊരു ടിപ്പിക്കൽ ടൈപ്പിലേക്ക് പോവുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. അത് നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ഫംഗ്ഷൻ കിട്ടിക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്നാണ് വിചാരിക്കാം. x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഹിയർ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആണ്. ഇതൊരു സിമ്പിൾ ഫംഗ്ഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് dy ബൈ dx ഡയറക്റ്റ് വൈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ x ആണ്. സോ എക്സ്പ്ലിസിറ്റ്ലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് x ആണ്. സോ ഇവിടെ നമുക്ക് dy ബൈ dx കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x നമുക്ക് കണ്ടുപിടിക്കാം. ദിറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x വരും, റൈറ്റ്. 3xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 വരും. പ്ലസ് 2 ഈസ് എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഈസ് 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയണത്, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ചിലപ്പോൾ എഫ് എക്സ് എന്നതിനെ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള അർത്ഥത്തിൽ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് ആണ് വിളിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് എഫ് പ്രൈം എന്നാണ്. എഫ് പ്രൈം എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 എന്ന് വിളിക്കാം. ഈ ചില പുസ്തകങ്ങളിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ എഴുതാറുണ്ട്, y1 എന്ന് സഫിക്സ് ആയിട്ട് എഴുതാറുണ്ട്. y1 ഇതിനെ y എന്ന് വിളിക്കുവാണെങ്കിൽ ഇതിനെ y1 എന്ന് വിളിക്കാറുണ്ട്. y1 ഫസ്റ്റ് ഡെറിവേറ്റീവ് മീൻസ് ഡെറിവേറ്റീവിനെ dy ബൈ dxനെ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് പേരുകളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത്. രണ്ട് നൊട്ടേഷൻസ് ആണ്. ഒന്ന് dy ബൈ dx എന്നുള്ളത്, ഒന്ന് എഫ് പ്രൈം എഫ് ഡാഷ് എക്സ് എന്ന് എഴുതും, വായിക്കുന്നത് എഫ് പ്രൈം എക്സ് എന്നാണ്. എഫ് പ്രൈം എക്സ് ഈസ് ഈക്വൽ ടു അതിന് നമ്മൾ y1 എന്ന് വിളിക്കാറുണ്ട്. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിനാണ്. ഇനി now my dear students, let us consider this function once again. Say the derivative നമ്മൾ കണ്ടുപിടിച്ചത് 2x plus 3 ആണ്. So if I am going to take it as say g of x, suppose g of x is equal to 2x plus 3 means this 2x plus 3 is again a function of x. See, 2 times x plus 3. If we call it as gx, then we can find the derivative of gx with respect to x because it is again a function of x. So if the derivative of g, then we denote it as g prime x. And can you say what is the derivative of 2x plus 3? 2 is a constant, so into derivative of x is with respect to x, that is 1. So 2 plus 3 is a constant, so derivative is 0. So the derivative of g of x is g dash or g prime x. G prime is 2. അപ്പോൾ ഇനി നമ്മൾ ഇത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. ആക്ച്വലി g ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് ദ dy ബൈ dx ആണ്. ആക്ച്വലി നമ്മൾ അതിനെ വേറൊരു പേര് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ g ഡാഷ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ശരിക്കും ഡെറിവേറ്റീവ് ഓഫ് d ബൈ dx ഓഫ് ഈ g x ആണ് കണ്ടുപിടിച്ചത്. അതിനെ നമുക്ക് നമ്മുടെ g ഡാഷ് എക്സ് അല്ലെങ്കിൽ g പ്രൈം എക്സ് ഈസ് ഈക്വൽ ടു d ബൈ dx ഓഫ് ഏതിൻ്റെ? ഇത് gx എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇതാണ് dy ബൈ dx ആണ് ഈ സാധനം.
അപ്പോൾ d by dx ഓഫ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് ആരുടെ വേണം 2x + 3. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് d by dx ഓഫ് ആരുടെ ഈ 2x + 3 എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടോ ഈ സാധനം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? dy by dx ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ d by dx ഓഫ് dy by dx. അതിന്റെ മീനിങ് ഇതാണ്, ഡെറിവേറ്റീവ് ഓഫ് dy by dx with respect. dy by dx means derivative is an operator. So dy by dx of dy by dx. dy by dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് y with respect to x ആണ്. We are taking the derivative of y with respect to x with respect to x. Means ഇതിനെ നമ്മൾ സിംബോളിക്കലി ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, d² y dx². ഇത് തമ്മിൽ ഗുണിച്ചിട്ട് d into d² y dx into dx² എന്നുള്ള രീതിയിലല്ല നമ്മളത് എഴുതുന്നത്. പക്ഷെ അത്തരത്തിലും വേണമെങ്കിൽ ഇതിനെ ഓർത്തിരിക്കാം, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. പക്ഷെ അത്തരത്തിലല്ല ചെയ്യുന്നത്. ഇതൊരു ഓപ്പറേറ്ററാണ്, ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ആ ഡെറിവേറ്റീവിൽ ഒന്നും കൂടെ നമ്മൾ ഈ ഡെറിവേറ്റീവ് ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്, 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ നമ്മൾ d² y dx² എന്ന് എഴുതണേ. അതാണ് എന്ത് നമുക്ക് കിട്ടിയേക്കണേ, ഈ g' എന്ന് പറയുന്നത്, അല്ലെ g' എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ അതിനെ that is equal to 2 എന്ന് വിളിക്കും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളൊരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഇപ്പം y = f of x ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നതിന് y = f of x എന്ന് വിളിക്കുന്നു. y = fx. ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ഇതിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ 2 തരത്തിൽ ഡിനോട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. dy by dx എന്ന് വിളിക്കാം. അതിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ y1 എന്നും വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു, y1 സഫിക്സ് ആയിട്ട്. അതിനെയാണ് നമ്മൾ f' എന്ന് വിളിക്കുന്നത്, f'. ഇനി നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. ഒന്നും കൂടെ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ഡെറിവേറ്റീവ് ഓഫ് y ഗെയിൻ വിത്ത് dy by dx വിത്ത് റെസ്പെക്ട് ടു x എന്നുള്ള അർത്ഥത്തിൽ d by dx ഓഫ് dy by dx. ഇതിനെ നമ്മൾ സിംപ്ലി ഇങ്ങനെയാണ് എഴുതുന്നത്, d² y dx². ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, d² y dx². ഇതിനെ നമ്മൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ ഇങ്ങനെ എഴുതാറുണ്ട്, f'(x) എന്ന് എഴുതാറുണ്ട്. എന്ന് വെച്ചാൽ f' ഓഫ് f'(x) എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെ നമുക്ക് y1 എന്നുള്ള ആണ് നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് രണ്ടാമത് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ y2 എന്നും എഴുതാറുണ്ട്. ചില ഓതേഴ്സ് ഇങ്ങനെയും എഴുതാറുണ്ട്, f2x എന്ന് എഴുതാറുണ്ട്, f²x. ചില ഓതേഴ്സ് അതിനെ d² എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്, d²y എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ 3 റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ പ്രിന്റിങ്ങിലും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. ഓർഡർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ മക്കളെ ഒന്ന് ആലോചിച്ച് എന്താണ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡർ എ ഫംഗ്ഷൻ. നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം, കൺസിഡർ എ ഫംഗ്ഷൻ y = f of x. നമ്മൾ മേളിൽ എഴുതിയിട്ടുണ്ട്, കൺസിഡർ ദി ഫംഗ്ഷൻ y = f of x. Then the derivative of y with respect to x denoted by dy by dx or y1 or f'(x) and is called, actually f'(x) means f'(x) എന്നാണ് നമ്മൾ അതിനെ വായിക്കേണ്ടത്. Then and is called first order derivative of, 2 തരത്തിലും പറയാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സിംപ്ലി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ശരിക്കും.
അതിനെ നമ്മൾ സിംപ്ലി ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കാറുണ്ട്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിൽ എത്തിക്കോളൂ. അടുത്ത ലൈനിൽ എഴുതാം. Since dy by dx is again a function of x, we can differentiate dy by dx with respect to x once again, and is denoted by d square y by dx square or f2 dash x or y2, and is called the second order derivative of y with respect to x. ഓക്കെ ഓക്കെ അപ്പം ഇത്രയും നിങ്ങൾ നോട്ടിൽ എഴുതിക്കോളാം, നിങ്ങളുടെ ബുക്കിൽ എഴുതാം. ഇതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഹയർ ഓർഡർ നമുക്ക് വീണ്ടും ഡിഫൈൻ ചെയ്യാം അല്ലേ. ഇപ്പം നമ്മൾ സെക്കൻഡ് ഓർഡർ കിട്ടി, ഇപ്പം സെക്കൻഡ് ഓർഡറിനെ നമുക്ക് വീണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? അപ്പോൾ തേർഡ് ഓർഡർ കിട്ടും. യെസ്, അത് നമുക്കത് വേണമെങ്കിൽ നോക്കാം. ഇപ്പം നമ്മൾ y = f of x എന്ന് വിളിച്ചു, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, dy by dx എന്ന് വിളിച്ചു, ഓർ f prime x എന്ന് വിളിച്ചു, ഓർ y1 എന്ന് വിളിച്ചു. ഇത് ഫസ്റ്റ് ഓർഡർ. ഇതിനെ വീണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, d by dx of dy by dx. അതിനെ നമ്മൾ d square y by dx square എന്ന് വിളിച്ചു, അല്ലെങ്കിൽ f2 dash x എന്ന് വിളിക്കാം, ഓർ y2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ എന്ന് വിളിക്കാം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. If you differentiate this y2 again with respect to x, then you can write it as, that means it is the derivative of d square y by dx square, and we can represent that as d cube y by dx cube, and is given by, is also can be represented by f3 dash x, f2 dash x, f double dash x, f triple dash x, and so on. We can continue that. It's also denoted by y3 and is called third order derivative. Okay, and you can continue this process, and if you want, you can find the 10th derivative of y with respect to x, or you can find any derivative of y with respect to x. And if I am taking the derivative of y n times, then we can denote it as, if it is first order, simply d by dx, second order d square y by dx square, third order it is d cube y by dx cube. If it is 10th order, yes, tell me, d raised to 10 y by dx raised to 10. If it is the nth derivative, then d raised to n y by dx raised to n. Yes, that can be written as, it is impossible to write f dash 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 n times, so we just avoid that symbol and we take it as the yn. ചിലപ്പോൾ ഇങ്ങനെയും എഴുതാറുണ്ട്, fnx, അതിൻ്റെ മീനിങ് ഇതാണ്, n ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ dn എന്ന് എഴുതാറുണ്ട്, dn ഡെറിവേറ്റീവ് ഓഫ് y n, we take the derivative of y n times. സിംപ്ലി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ട് സിമ്പിൾസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് nth ഓർഡർ എന്ന് വിളിക്കാം, nth ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ഓർഡറെങ്കിലും ആയിക്കോട്ടെ, അതൊന്നൊരു പ്രശ്നമല്ല. ഇതിനെ നമുക്ക് എത്ര ടൈംസ് വേണേലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പം നമ്മുടെ സിലബസിനുള്ളിൽ നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഓർഡറും നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഹയർ ഓർഡറിൻ്റെ ആവശ്യങ്ങൾ വരും ഹയർ സ്റ്റഡീസിനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും. ഇപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ ഈ സെക്കൻഡ് ഓർഡർ വരെ പഠിച്ചാൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ആ ഫംഗ്ഷനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. നമ്മൾ എടുത്തിരുന്നത് y = x square, y = x square plus 3x plus 2 എന്നായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ dy by dx, അല്ലെങ്കിൽ y1 എന്നും വിളിക്കാമല്ലോ. മെയിനായിട്ട് നമ്മൾ ഈ രണ്ട് സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു, 2x + 3 എന്ന് വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് d square y by dx square എന്ന് പറഞ്ഞാൽ എന്ത് വരും? അല്ലെങ്കിൽ അതിനെ y2 എന്നും വിളിക്കാം അല്ലേ മക്കളെ?
സോ y2ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും മക്കളെ? ദറ്റ് ഈസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 വരും, പ്ലസ് 3 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 എന്ന് വരും. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 എന്ന് വന്നു. ഇനി നമുക്ക് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബും കണ്ടുപിടിക്കാം. ഇത് 2 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ഇത് നമ്മൾ 0 എന്ന് കിട്ടും. ഇനി നമുക്കറിയാമല്ലോ, ഇനി അടുത്ത ഏത് ഓർഡർ കണ്ടുപിടിച്ചാലും എന്തായിരിക്കും? അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ അതിന് ഡി റേസ്റ്റ് 4y ബൈ ഡി എക്സ് ക്യൂബ് 0. ഇനി എന്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഏത് പവറിലുള്ള ആയാലും കുറച്ച് കഴിയുമ്പോൾ അത് കുറഞ്ഞ് വന്ന് അത് 0യിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ, എപ്പോഴും അങ്ങനെ 0യിലേക്ക് പോകണമെന്നില്ല, ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ കുറഞ്ഞ് ഇപ്പോൾ ഒരു x റൈസ് ടു 10 ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് 10 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 11th ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0. ഇവിടെ സെക്കൻഡ് ഓർഡർ ആയിരുന്നു, അതുകൊണ്ട് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വരെ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടി. 3ാമത് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതുപോലെ 10th ഓർഡറിലുള്ള ഒരു പോളിനോമിയൽ ആണ് എങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 10th ഡെറിവേറ്റീവ് വരെ നമുക്ക് കിട്ടാം. 10th ഡെറിവേറ്റീവ് കഴിഞ്ഞ് 11th ഡെറിവേറ്റീവ് മുതൽ നമുക്ക് 0. അപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു വലിയ ഫംഗ്ഷൻ ആയിരുന്നു. അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ കുറച്ചും കൂടെ ചെറുതായി അത് വീണ്ടും ഇല്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും പലരും ഇങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് പറയാറുണ്ട്, ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സാധനത്തിന് ചെറുതാക്കി കൊണ്ടുവരുന്ന പരിപാടിയാണ് ഡിഫറൻസിയേഷൻ എന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് പലരും പറയാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഫംഗ്ഷൻ ആണിതും, അതിനെ ചെറുതാക്കി വീണ്ടും ചെറുതാക്കി 0യിലേക്ക് പോകുന്നതെന്ന് കാണാൻ സാധിക്കും. ഇനി എപ്പോഴും ഈ ഫംഗ്ഷൻ ഇങ്ങനെ 0യിലേക്ക് പോകണമെന്നില്ല. ഇപ്പം ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കാം, y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ ആയതുകൊണ്ട് അത് തന്നെ കിട്ടും. y2 എന്ന് പറഞ്ഞാലോ അതും ഇ റേസ് ടു എക്സ് തന്നെ കിട്ടും. ഇ റേസ് ടു എക്സിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിൻ്റെ ഏത് ഡെറിവേറ്റീവ് എടുത്താലും എന്ത് തന്നെയായിരിക്കും? ഇ റേസ് ടു എക്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് സാധനം, എല്ലായ്പ്പോഴും 0 ആകണമെന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് ഹയർ ഓർഡർ എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ 0 ആകുമെന്ന് വിചാരിക്കരുത്. അതങ്ങനെ തന്നെ വരാം. ഇനി വേറൊരു ഫംഗ്ഷൻ എടുക്കാം, y ഈസ് ഈക്വൽ ടു 1/x എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ y1നെ നമുക്ക് -1/x² എന്ന് എഴുതാം അല്ലേ. y2 എന്ന് പറഞ്ഞാലോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോയാൽ -x റേസ് ടു -2 എന്നുള്ള ഫോമുല വരും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1 ഇൻറ്റു -1 ഈസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത് തന്നെ എഴുതേണ്ട ആവശ്യമില്ല. ആ മൈനസിനെ മൈനസായിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ മൈനസ് ഉണ്ട്, ദെൻ മൈനസ് ഓഫ് -2 ദറ്റ് ഈസ് -2 ഇൻറ്റു x റേസ് ടു -3. ദെൻ y3 എടുത്തു കഴിഞ്ഞാലോ -1 ഇൻറ്റു ഈ മൈനസിനെ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ എഴുതി പോകണമെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. -2 ഇൻറ്റു അടുത്ത -3 ഇൻറ്റു x റേസ് ടു -4 അല്ലേ. ഇതിനെ നമുക്ക് വീണ്ടും ചെയ്യാമല്ലോ. y4 ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു -2 ഇൻറ്റു -3 ഇൻറ്റു -4 ഇൻറ്റു x റേസ് ടു -5 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജനറലൈസ് ചെയ്യാം. എങ്ങനെ എഴുതാം? yn എന്ന് പറഞ്ഞാൽ ഇത് -1 ഇൻറ്റു -2 ഇൻറ്റു -3. അപ്പോൾ എന്ത് വരും? -1 ഇൻറ്റു -2 ഇൻറ്റു -3 ഇൻറ്റു എക്സെട്ര -n. ഇവിടെ 4 വന്നുകൊണ്ട് 4 വന്നു, 3 വന്നപ്പോൾ -3 വന്നു, 2 വന്നപ്പോൾ -2 വന്നു. അപ്പോൾ n വരുമ്പോൾ -n വരും. -n ഇൻറ്റു x റേസ് ടു -n പ്ലസ് -n+1 എന്ന് വരും അല്ലേ. ഇവിടെ -4 വന്നപ്പോൾ -5 വന്നു, അത്തരത്തിൽ. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഇത് 0യിലേക്ക് പോകുന്നെന്ന് നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് എപ്പോഴും 0യിലേക്ക് പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മീനിങ്. ബട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോണ്ട് വറി അബൌട്ട് ദീസ് n times derivatives. Well, you have to only concentrate on the second order derivative, but because we have to study up to that second order. Okay. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം.
പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ടൈപ്സും അതിനകത്ത് വരാം. അതെല്ലാം ഡിഫറൻസിയേഷൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. പ്രൊഡക്റ്റ് റൂൾ വരാം, ക്വസ്റ്റ്യൻ റൂൾ വരാം, ചെയിൻ റൂൾസ് വരാം, അങ്ങനെയുള്ള എല്ലാം വരാം. അതുപോലെ നമ്മുടെ ഈ നമ്മൾ പഠിച്ച പലതരത്തിലുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് വരാം, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരാം, അതുപോലെ പാരാമെട്രിക് ഫംഗ്ഷൻസ് വരാം, ലോഗരിതം യൂസ് ചെയ്യേണ്ട കേസ് വരാം. ഇതെല്ലാം അതിനകത്ത് വരാം. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പൊക്കോളൂ. അപ്പോൾ ഇതെന്താണെന്ന് മാത്രം നിങ്ങൾ സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, y is equal to differentiate, find the second order derivative. അങ്ങനെ എഴുതിക്കോളൂ. Find the second order derivative of y is equal to log x. Y is equal to log x. Okay. We are asked to find the second order derivative. So we can write y1. What is y1? Y1 is log x. Derivative is with respect to x, it is 1 by x. So log x. Derivative is 1 by x. Yeah. Then what is the derivative of y1? y2 is equal to 1 by x. What is the derivative 1 by x? It is minus 1 by x square. Okay. This is our question number 2. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് y is equal to x cos x, y is equal to x times cos x, find d square y by dx square, means second order derivative. Okay, dear students, let us differentiate both sides. Now, first derivative is dy by dx is equal to, if you watch carefully, you can see that x is a function, cos x is another function. So in order to differentiate y with respect to x, we have to apply product rule. So what is product rule? First into derivative of cos, this minus sin x, derivative of cos, plus, and conversely cos x into derivative of x, that is 1. So what is dy by dx? Dy by dx is equal to minus x sin x plus cos x, right? And this is dy by dx, or we can call it as y1. But now we are asked to find d square y by dx square. So what is d square y by dx square? D square y by dx square is equal to, yes, the derivative of this one. So the derivative of first minus x sin x. So if you take minus outside, then we have to apply product rule because it is the product of two function x and sin x. So first into x into derivative of sin x, that is cos x, right? Plus the plus of the product rule, plus conversely sin x times derivative of x, that is 1. Okay, that's over. Now plus derivative of cos x. Here the derivative of x sin x is the term inside the bracket because we are applying product rule there, that's why. And now it's plus the derivative of cos x. The derivative of cos x is minus sin x. Okay, so what is the answer? So we can open the bracket and simplify that. Minus x cos x minus sin x minus sin x. Okay, so it's equal to minus x cos x. Yes, minus sin x is nothing but minus 2 times sin x, minus 2 sin x. Okay, so that's the answer. അപ്പോൾ നമുക്കിത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ള റൂളിൽ ഉപയോഗിച്ച് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല, ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Yes, here is your fourth question. Fourth question is find the derivative of x cube into log x. Okay, find the second order derivative. Okay, let us call it as say y. Say if you take it as y is equal to x cube times log x, and then we can find y1. Y1 is equal to the derivative of x cube log x. For that we have to apply product rule. What is product rule? First into derivative of log x, that is 1 by x, plus log x times derivative of x cube, that is 3x square, right?
On x get cancelled, giving back x square. And if you watch carefully, you can see that x square is here and here also, so we can take it out. X square times 1 plus 3 is left there, so 1 plus 3 log x. Oh, no need for that because we have to anyway we have to differentiate it again, so no need to simplify here. So this y1, okay, no problem, we can differentiate it again once again with respect to x. So y2, the derivative of y1 is y2 is equal to x square into 1 plus 3 log x. So we can apply product rule there. First into x square into derivative of 1 plus 3 log x. As we know, 1 is a constant, so derivative is 0 plus 3 times log x. Derivative of log x is 1 by x. Product rule, x square into the second term is in the term inside the bracket, then plus product rule, the rule of differentiation. So product rule of differentiation, so that is the plus here, that is why plus here. Now conversely, 1 plus 3 log x into second into derivative of x square, that is 2x. Okay, so we can open the bracket, so it is x square times 0, that is 0, x square into 3 by x, this one, okay, plus open the bracket, this is 2x times 1, so it is 2x, plus 2x into 3 log x. Okay, so 1x get cancelled. Here we have 3x, here we have 2x, totally gives 5x plus. Here we can multiply 2 and 3 together, giving back 6. So 6x log x. Okay, so if you take x out, say x outside, you will get it as x into 5 plus 6 log x. Okay, so that's the answer. Okay, so x into 5 plus 6 log x. Got it? Okay, then we can move on to the next question. Yes, here is our fifth question. If y is equal to e raised to x into sine 5x, find d square y by dx square. So that's the question. Okay, here also we can see that e raised to x is the first function and sine 5x is the second function. So in order to differentiate that, we have to apply product rule. So first dy by dx is equal to, using product rule we can differentiate this. First function e raised to x into derivative of sine 5x. What is the derivative of sine? Sine derivative is cos, so it is cos 5x times. Now we have to apply chain rule here because it is not sine x, it is sine 5x. So that's why it is a chain of two functions, sine x and 5x. So derivative of sine is cos. Now derivative of 5x, that is equal to 5. So that's over. So derivative of sine 5x is 5 cos 5x. Yeah, plus the rule, the plus of the product rule. Okay, and conversely sine 5x times derivative of e raised to x. That's e raised to x itself. Okay, so we can take e raised to x outside, no problem at all. It's 5 cos 5x, right, plus sine 5x. Okay, that is the derivative of y with respect to x, so we can call it as dy by dx or y1. Now we have to find the derivative of y1 with respect to x again, and we usually denote it as y2. Yeah, look here, it is e raised to x into something inside the bracket, means we can call it as another function. So it is the product of e raised to x and the term inside the bracket. So product rule, the product of two functions. So in order to differentiate that, we have to apply product rule. So first function e raised to x into derivative of the term inside the bracket. What is that? 5 times derivative of cos 5x. Cos derivative is minus sine, so minus sine 5x times into derivative of 5x, that is 5, plus. So the derivative of first term is over. Now the derivative of second term, that is sine 5x derivative is cos 5x times 5, right?
5 cos x, 5 into cos 5x, derivative is sin 5x. Because it is cos, we have to take minus. So minus sin 5x times derivative of 5x is 5. Okay? Plus sin 5x, derivative is cos 5x into 5. Plus. So it is the plus of the product rule. So first into derivative to the second. That is the term inside the square bracket. So that's okay. Now conversely, 5 cos 5x plus sin 5x into derivative of e raised to x. What is the derivative of e raised to x? That is e raised to x itself. Okay. So that's over. Now we can simplify a little bit more. So e raised to x is here also an e raised to x. So we can take that e raised to x collectively outside. So what is left? 5 that gives 25, minus is also there, so it is minus 25 sin 5x plus 5 cos 5x, no change, 5 cos 5x. Yeah, then again 5 cos 5x, because e raised to x is already taken out, so the term left is 5 cos 5x, again a 5 cos 5x plus sin 5x. Right. Okay. This is 5 plus 5, 10 cos 5x. Okay. And if you watch carefully, you can see that here we have minus 25 sin 5x and we have sin 5x also here. So when we simplify that, we can write it as 5 plus 5, 10 cos 5x, 10 cos 5x plus, oh, it's not plus, it is minus, because minus 25 sin 5x plus sin 5x giving back minus 24 sin 5x. Okay, that's answer. Oh, okay, if you want, you can take a 2 also outside from the square bracket and giving back 2 times e raised to x into 5 cos 5x, 5 cos 5x minus 12 sin 5x. Okay, this is a simplification. So that's the answer. Okay, so 2 e raised to x into 5 cos 5x minus 12 sin 5x. So here we just apply the rules of differentiation and the formula. That's the only thing that you have to concentrate, because nothing more is there. If it is a second order or the third order, no, don't worry about that, because we are just applying the properties and the rules of differentiation simultaneously. Okay, I think you have got the solution of this question. Then we can move on to the another question. Okay, here is the next question. Yes, here is the 6th question. If y is equal to x cube plus tan x, find d square y by dx square. That's the question. Okay, as usual, let us take it as y, and y is already given here. So നമുക്ക് first derivative കണ്ടുപിടിക്കാം. y1 is equal to, what is the derivative of x cube? 3x square plus tan x derivative is 6 square x. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് പോയാൽ മതി. Now this is y1. Now we are asked to find out the value of d square y by dx square. So let us call it as y2. So in order to get y2, we have to differentiate y1 with respect to x again. So 3 times, what is the derivative of x square? That is 2x plus, this is sec square, so derivative of square, so 2 times sec x into derivative of sec x. Actually the sec square ആണ്, സ്ക്വയർ ആയതുകൊണ്ട് ആദ്യം സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x എന്ന് പറഞ്ഞ പോലെ സി സ്ക്വയർ ആയതുകൊണ്ട് 2 sec x ഇൻറ്റു, ഇനി ഡെറിവേറ്റീവ് ഓഫ് sec x ആണ്, sec x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec x tan x ആണ്. റൈറ്റ്, ഇതിനെ നമുക്ക് ഇത്തിരി കൊണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ ഒരു 2 ഒക്കെ ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട്, 3x ഉണ്ട് ആക്ച്വലി, പ്ലസ് ഇവിടെ ഒരു 2 പുറത്തേക്ക് പോകുന്ന പിന്നെ sec square x ഉണ്ട്, tan x ഉണ്ട്. ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ആൻസർ. അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ?
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഹയർ ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. As we already mentioned, mathematics is very simple subject. Okay, so let us have the next question. Question number 7. Okay, 7th question. If y is equal to log x, y is equal to log x, find d square y by dx square. Okay, so dy by dx is equal to, here we have to apply chain rule. So logarithm of log x. So what? So initially the derivative of log, first log. So it is 1 by. So 1 by log x into derivative of log x. That is 1 by x. Okay. So it is 1 by x log x. Okay. So this is dy by dx. Now d square y by dx square. Second order is equal to, ഇതിനെ നമുക്ക് 1 by എക്സിൻ്റെ ഫോമുലാണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1 by എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് 1 by x ഈസ് ഈക്വൽ ടു -1 by x സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ 1 by x log x ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1 by ഇവിടെ x വരുവാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ x log x വരുവാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ വരും. ഓക്കെ, ഇൻറ്റു ഇനി ഡെറിവേറ്റീവ് ഓഫ് ഇത് ചെയിൻ റൂൾ ആണ്. അപ്പോൾ 1 by എക്സിൻ്റെ ഫോമിൽ ആയുള്ളൂ. ഇനി എക്സ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ലോഗ് എക്സ് ഈസ് 1 by x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എക്സ് ക്യാൻസൽ ആയി പോകും. So -1 by x log x, x log x the whole square into 1 plus log x. Okay, so that's answer. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്തേക്കാം. minus of 1 plus log x divided by x log x the whole. Okay, so that's answer. അപ്പോൾ മക്കളെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കുറേ ഇപ്പോൾ നിങ്ങളതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായ റൂളുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചിൽ ദെൻ, ഗുഡ് ബൈ.